ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരു നാട്ടിലെ 2 നിയമങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. വണ്ടിപ്രാന്തന്മാരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഇത് ചിലപ്പോൾ മനസ്സിലായേക്കാം. ആസ് എ വണ്ടിപ്രാന്തൻ എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായി വാഹനം മോഡിഫൈ ചെയ്ത് കൊണ്ട് നടക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഇത് ഞാൻ പറഞ്ഞതല്ല, ലോകത്തിലെ ഒട്ടുമിക്ക ആളുകളും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ കേരളത്തിൽ ഒരു കൊലപാതകത്തെക്കാളും വലിയ തെറ്റാണ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അല്ല, എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ഞാൻ കഷ്ടപ്പെട്ട പൈസയ്ക്ക് ഇഷ്ടപ്പെട്ട വണ്ടി എടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പണിഞ്ഞെടുത്താൽ അതെങ്ങനെയാണ് സാർ തെറ്റാകുന്നത്? ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത് മാർക്കറ്റിലെത്തുന്ന പാർട്സ് നമ്മൾ പണം കൊടുത്ത് വാങ്ങി വെച്ചാൽ അത് തെറ്റ്. ചൂടിൽ നിന്നും രക്ഷയ്ക്കായി കൂളിംഗ് ഫിലിംസ് ഒട്ടിക്കാമെന്ന് കോടതി പറഞ്ഞു. പക്ഷെ നമ്മുടെ ഗതാഗത മന്ത്രി കോടതിയെക്കാളും പവർ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു. ഫ്രണ്ടിലും ബാക്കിലും 70% ഫ്രണ്ടിൽ കൊണ്ട് ഒട്ടി കഴിഞ്ഞാൽ പിന്നെ ക്യാമറ കിട്ടും. ആ പരിപാടി അവതരിപ്പിക്കുന്നല്ല. പുറകിൽ നിങ്ങൾ 70% വിസിബിലിറ്റി ഒട്ടിച്ചുള്ളൂ. ഫ്രണ്ട് ഗ്ലാസിൽ സണ്ണ് കെട്ടിയാൽ മേലങ്ങനെ ഒട്ടിക്കാന്നുള്ള താഴോട്ട് ഫിലിം ഒട്ടിക്കാൻ അനുവദിക്കുന്നല്ല. ഇതെങ്ങനെ നടപ്പിലാക്കാൻ വെച്ചോ കാപ്പത്തിന്റെ രാജ്യം പറഞ്ഞാൽ അപ്പൊ തന്നെ സ്വീകരിച്ചിരിക്കുകയാണ്. കാരണം ആരാണോ ഈ സ്റ്റിക്കർ വണ്ടിയിൽ ഒട്ടിച്ചു കൊടുത്തത് അയാളുടെ ലേബൽ കൂടി ഇതിന്റെ സൈഡിൽ വെക്കാം. അനധികൃതമായി ഈ പറഞ്ഞ കോടതി ഉത്തരവിന് വിരുദ്ധമായി 50% കൂടുതലും 70%-ഓളമുള്ള കൂടുതലായ ഒരു ഫിലിം ഫ്രണ്ട് ഗ്ലാസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒട്ടിച്ചു കൊടുത്ത ആളുടെ പേര് നടപടിയെടുക്കാൻ അടിയന്തര നിർദ്ദേശം വരും. ട്രാൻസ്പോർട്ട് കമ്മീഷൻ അടിയന്തരമായി ഉത്തരവ് വരും. 2018 പ്രളയം, 2024 ഉരുൾപൊട്ടൽ, ഈ 2 ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴും നമ്മുടെ ഗവൺമെന്റ് ഒരു മെസ്സേജ് പുറത്തുവിട്ടു. 4-വീൽ ഡ്രൈവ് വാഹനങ്ങൾ എത്രയും പെട്ടെന്ന് സ്പോട്ടിൽ എത്തണമെന്ന്. പിന്നീട് ഈ 2 ദുരന്തങ്ങളിലും മനുഷ്യജീവൻ രക്ഷിക്കാനായി പാഞ്ഞു നടന്നത് ഇതേ മോഡിഫിക്കേഷൻ ചെയ്ത വാഹനങ്ങളായിരുന്നു. അപ്പൊ ആവശ്യമുള്ളപ്പോൾ ഓടിക്കോ, അല്ലാത്തപ്പോൾ ഓടിച്ചിട്ട് പിടിച്ചോ എന്നാണല്ലേ. കലകളെ പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ കേരളത്തിൽ ഈ ഒരു കലയെ മാത്രം പ്രോത്സാഹിപ്പിക്കാനും ഇതിനായി ഒരു അവസരങ്ങൾ തുറന്നു കൊടുക്കാനും അധികാരികൾ ആരും തന്നെ തയ്യാറാകുന്നില്ല. പുതിയ ഗതാഗത മന്ത്രി കയറിയപ്പോൾ ഒരുപാട് പ്രതീക്ഷകളായിരുന്നു. ഇപ്പോൾ അതും ഇല്ലാണ്ടായി. ഇനി ഈ പറഞ്ഞ മന്ത്രിയുടെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെയും ഉപദ്രവം കൊണ്ട് പൊറുതിമുട്ടിയ ഒരു പ്രസ്ഥാനമുണ്ട്. കോവിഡ് സമയത്ത് എല്ലാവരും സുരക്ഷിതരായിരുന്ന സമയത്തും അന്യസംസ്ഥാന സഹോദരങ്ങളെ കൊണ്ട് അങ്ങോട്ടും അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മളുടെ സഹോദരങ്ങളെ കൊണ്ട് ഇങ്ങോട്ടും നഷ്ടങ്ങൾ നോക്കാതെ ജീവൻ പണയപ്പെടുത്തി ഓടിയ ഒരു പ്രസ്ഥാനം. മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ആഹാരമില്ലാതെ, ഉറക്കമില്ലാതെ, കുടിക്കാൻ വെള്ളമില്ലാതെ തിരികെ വരാൻ കഴിയുമോ എന്ന് പോലും അറിയാതെ കർണാടകയിലും മറ്റും പെട്ടുകിടന്ന കുറെ മനുഷ്യജീവനുകൾ. കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതലും ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു പ്രസ്ഥാനമാണിത്. എല്ലാം കഴിഞ്ഞ് വണ്ടി പണിഞ്ഞ് ഓടി തുടങ്ങിയപ്പോൾ ഗവൺമെന്റ് കളർ കോഡ് എന്നൊരു ഗിഫ്റ്റ് കൊടുത്തു. അതും നോട്ട് നിരോധനം പോലെ ഒറ്റ ദിവസം കൊണ്ട്. ഒരു കാർ ഫുൾ ബോഡി പെയിന്റ് ചെയ്ത് ഇറങ്ങാനായി മിനിമം 50,000 രൂപ വേണം. അപ്പോൾ ഒരു ബസിന്റെ എത്രാവെന്ന് ചിന്തിക്കാലോ അല്ലേ നമുക്ക്. ഇനി ആ കളർ കോഡ് വരാനുള്ള കാരണം കൂടെ പറയാം. വടക്കാഞ്ചേരി അപകടം, ടൂറിസ്റ്റ് ബസ് KSRTC ബസിന്റെ പിന്നിലിടിച്ചുണ്ടായ അപകടം. 9ഓളം കുട്ടികൾ മരണപ്പെട്ടു, 38ഓളം ആളുകൾക്ക് പരിക്കുകൾ ഉണ്ടായിരുന്നു. തെറ്റ് ആരുടെ ഭാഗത്തായിരുന്നു? 2 പേരുടെയും ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആളെ ഇറക്കാനായി സഡൻലി ബ്രേക്ക് അപ്ലൈ ചെയ്ത് നിർത്തിയ KSRTC ബസിന്റെ പിന്നിലേക്ക് 90 മൈൽ സ്പീഡിൽ വന്ന ബസ് ഇടിച്ചു കയറുകയായിരുന്നു. CCTV വിഷ്വൽസ് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. പക്ഷെ ശിക്ഷ കിട്ടിയത് ആർക്കാണ്? നാടിനെ നടുക്കിയ അപകടം, ഉത്തരവാദികൾ 2 ഡ്രൈവർമാർ. ശിക്ഷ കിട്ടിയത് ടൂറിസ്റ്റ് ബസ് ഡ്രൈവർക്ക്. മാസങ്ങളോളം ആ വാഹനം പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ടു. അപകടമുണ്ടാവാൻ കാരണക്കാരനായ ഡ്രൈവറും KSRTC ബസും പുതുക്കിപ്പണിഞ്ഞ് കേരളത്തിന്റെ റോഡുകളിലേക്ക് പാഞ്ഞു തുടങ്ങിയിരുന്നു. അതിനുശേഷമാണ് അന്നത്തെ ഗതാഗത മന്ത്രി ടൂറിസ്റ്റ് ബസ്സുകളിൽ വെള്ള പെയിന്റും നടുക്കൊരു നീല വരയും വരച്ചു കഴിഞ്ഞാൽ അപകടങ്ങൾ ഒഴിവാകുമെന്നൊരു പ്രഖ്യാപനം നടത്തിയത്. എടുത്തിട്ട ഓട്ടങ്ങൾ ഓടാൻ കഴിയാതെ വീണ്ടും ബുദ്ധിമുട്ടിലേക്ക് പോയി ആ ഒരു പ്രസ്ഥാനം. വീണ്ടും ബുദ്ധിമുട്ടിൽ നിന്നും കരകയറാൻ ശ്രമിക്കുമ്പോഴാണ് KSRTC വിനോദയാത്ര എന്നൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിലും ഒരു സംശയമുണ്ട് സാർ. വിനോദയാത്ര എന്നൊരു ബോർഡും വെച്ച് ഒരു സ്പീക്കറും കെട്ടിവെച്ച് ലൈറ്റും വെച്ച് ഓടുമ്പോൾ അത് ഈ നിയമവിരുദ്ധമാവില്ലേ സാർ? കമ്പനി 80 km/h സ്പീഡ് പറഞ്ഞ വണ്ടി കേരളത്തിലെ റോഡുകളിൽ ഓടുമ്പോഴത്തേക്കും 60 km സ്പീഡായി. അതും KSRTCക്ക് ബാധകമല്ല. അവർക്ക് 110 സ്പീഡ് ലിമിറ്റ്. ഓട്ടമെടുത്ത് യാത്രക്കാരെ കയറ്റി അവർക്ക് എത്തേണ്ട സമയത്ത് ഓടി എത്തിയില്ല എന്നുണ്ടെങ്കിൽ അവർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ ജനങ്ങളുടെ സമയം കട്ടെടുത്ത് പായുന്ന ഏമാന്മാർക്ക് അറിയാമോ? അരമണിക്കൂർ താമസിച്ചാൽ അവർക്ക് ആഹാരം കഴിക്കേണ്ട സമയം വൈകും, കാണേണ്ട സ്ഥലങ്ങൾ കുറയും. ഇതൊക്കെ കൊണ്ട് ആ പ്രസ്ഥാനത്തിനുണ്ടാകുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ സാറുമാർക്ക് അറിയാമോ? കളർ കോഡ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അപകടം കുറയ്ക്കുക എന്നതാണെങ്കിൽ കേരളത്തിൽ ഇതുവരെയായിട്ടും റിപ്പോർട്ട് ചെയ്യാത്തൊരു ന്യൂസാണ് ടൂറിസ്റ്റ് ബസിന്റെ കളർ കണ്ട് എതിരെ വന്ന വാഹനത്തിന്റെ നിയന്ത്രണം തെറ്റി അപകടമുണ്ടായി എന്നത്. KSRTC ബസ്സിലെ ഇതുപോലുള്ള പരസ്യങ്ങൾ ഒട്ടിച്ചാൽ വാഹനത്തിന്റെ നിയന്ത്രണം തെറ്റത്തുമില്ല, ശ്രദ്ധ തെറ്റത്തുമില്ല, പിഴയടിക്കത്തുമില്ല, വഴി തടയലുമില്ല. എന്തായാലും ഇതിനേക്കാളും വൃത്തികേടായി ഞങ്ങളുടെ ഒരു വണ്ടിയിലും സ്റ്റിക്കറോ പെയിന്റോ ചെയ്തിട്ടില്ല. യാത്രക്കാരിരിക്കുക അവരുടെ സമയത്തിന് വില നൽകാതെ വഴിയിൽ തടഞ്ഞ് ലൈറ്റ് ഉണ്ടോ, സ്പീക്കർ ഉണ്ടോ, ടയറുണ്ടോ, ടയറിന് കറുപ്പുണ്ടോ എന്നൊക്കെ നോക്കി മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ഏമാന്മാർ ഇതൊക്കെ ഒന്ന് കാണണം. വർഷങ്ങളോളം ഓടിത്തുരുമ്പിച്ച KSRTCയുടെ ഡബിൾ ഡക്കർ ബസ് 35 ലക്ഷം രൂപ മുടക്കി കുറെ ലൈറ്റും ഗ്ലാസും വെച്ച് മൂന്നാറിന്റെ നിരത്തുകൾ ഇറക്കിയിരുന്നു. അതിലെ ലൈറ്റ് വെച്ചതിനെ തുടർന്ന് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഗതാഗത മന്ത്രിയുടെ മറുപടി കേട്ടാലോ? വണ്ടി രാവിലെ 9, 6, 8 മണിയോട് 7, 8 മണിയോടെ ഓടിച്ചു വന്നു. 6 മണിയോടെ വണ്ടി രാത്രി ഓടിക്കുന്നില്ല. റൂട്ടിൽ ഓടുന്ന വണ്ടിയും അല്ല. അതായി കോടതി ബോധ്യപ്പെടുത്തും കേട്ടോ.
അതാണ്, രാത്രിയിൽ വാഹനം ഓടുന്നില്ലല്ലോ, പിന്നെ ലൈറ്റ് അത് പകലിടുന്നില്ലല്ലോ. എന്നാൽ ടൂറിസ്റ്റ് ബസ്സുകളിൽ വെക്കുന്ന ലൈറ്റ്സ് രാത്രിയിൽ ഇടില്ല എന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ, എന്താകും പ്രശ്നം? KL159050 നേരത്തെ പറഞ്ഞ ഡബിൾ ഡക്കർ ബസിന്റെ രജിസ്ട്രേഷൻ ആണ്. ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. 2011 നിരത്തിലിറങ്ങിയ വാഹനമാണിത്. 2 വർഷം കഴിഞ്ഞാൽ പൊളിച്ചു കളയേണ്ട വാഹനം. അതിനാണ് സർക്കാർ 35 ലക്ഷം രൂപ മുടക്കിയത്. മാത്രമല്ല 2021 ഇൻഷുറൻസ് തീർന്ന് പിന്നീട് ഇതുവരെ എടുത്തിട്ടുമില്ല. കറങ്ങുന്ന കസേരയും ലിഫ്റ്റും വെച്ച് കേരളത്തിലെ മന്ത്രിമാർക്ക് കേരളം ചുറ്റി കാണാനിറക്കിയ നവകേരള ബസ് പഴയ 0 വാൾട്ട് ബൾബ് പോലെ കെടും കത്തും എന്നതുപോലെ കേറ്റും ഇറക്കും. ഇത് തന്നെ പരിപാടി. എന്താ അല്ലേ? തെറ്റുകൾ ചൂണ്ടിക്കാട്ടി ചോദ്യം ചെയ്യണം നമ്മൾ. എന്നാലല്ലേ അവർക്ക് കള്ളക്കേസ് കൊടുത്ത് നമ്മളെ പിടിച്ചകത്തിടാൻ കഴിയുള്ളൂ. ആടിനെ പട്ടിയാക്കുന്ന രീതിയാണ്. മനസ്സിലാകാത്തവർക്കായിട്ട് ഞാനൊരു വീഡിയോ കൂടി കാണിച്ചു തരാം. ഇതെന്താണ് സൗണ്ട് നോക്ക്. ഇതെന്ത് പോക്കത്തെ കാണിക്കണം. 2023 ഡിസംബർ മാസത്തിൽ നടന്ന ഒരു സംഭവമാണ്. ബസ്സിൽ നിറയെ സ്പീക്കേഴ്സ് ഉണ്ട്, ലൈറ്റ്സ് ഉണ്ട്, കുറെ സ്റ്റാർസ് ഉണ്ട്. KSRTCയുടെ ഒരു റോഡ് ഷോ തന്നെയാണ്. കേരളത്തിലെ നിയമം അനുസരിച്ച് ഈ പ്രവൃത്തിയും തെറ്റാണല്ലേ? എന്നാൽ അതിനെ ചോദ്യം ചെയ്ത വ്യക്തിയാണ് ഈ ബസ്സിന് മുന്നിലിരിക്കുന്നത്. ബസ്സിൽ ആരുമില്ല എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ വ്യക്തമാണ്. എന്നാൽ പിറ്റേ ദിവസത്തെ പത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേരളത്തിലെ ഏതോ ഒരു ആശുപത്രിയിൽ നിന്നും രോഗികളെയും കൊണ്ട് മറ്റൊരു ആശുപത്രിയിലേക്ക് പോയ KSRTC ബസ് തടഞ്ഞ ടൂറിസ്റ്റ് ബസ് ഓണറിനെ അറസ്റ്റ് ചെയ്തു എന്നായിരുന്നു. സർക്കാർ വാഹനങ്ങൾക്ക് ഒരു നിയമവും പാവങ്ങളുടെ വാഹനങ്ങൾക്ക് മറ്റൊരു നിയമവും കൊണ്ടുവരികയാണോ നമ്മുടെ കേരള സർക്കാർ? ടൂറിസ്റ്റ് ബസ്സുകളിൽ വെച്ചിരിക്കുന്ന ഒരു ലൈറ്റിന് 5000 രൂപ വെച്ച് ഫൈൻ വാങ്ങണമെന്നാണ് നമ്മുടെ ഗതാഗത മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ട്രിവാൻഡ്രത്ത് കാൽനട യാത്രക്കാർക്ക് വേണ്ടി പാലത്തിൽ ലൈറ്റ് ഇട്ടേക്കുന്നത് കണ്ടോ? ഈ ലൈറ്റ് അപകടത്തിന് കാരണമാകില്ലേ? കാൽനട യാത്രക്കാർക്ക് സഹായമാകുന്ന ലൈറ്റ് ഇതുപോലെയാണെന്ന് അവർക്ക് അറിയാത്തതാകും അല്ലേ? പിന്നെ ടൂറിസ്റ്റ് ബസ്സുകളിലെ കളറും ലൈറ്റും അപകടത്തിന് കാരണമാകുമെങ്കിൽ റോഡ് സൈഡിലെ പാർട്ടി പോസ്റ്ററുകൾ, സിനിമാ പോസ്റ്ററുകൾ, പരസ്യങ്ങൾ ഇതൊക്കെയല്ലേ ആദ്യം ഒഴിവാക്കേണ്ടത്? എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? വെള്ള പെയിന്റും നടുക്കൂടെ നീല വരയും വരച്ചാൽ അപകടം കുറയുമെങ്കിൽ ആദ്യം അത് ചെയ്യേണ്ടത് KSRTC ബസ്സുകളിലാണ്. ഒതുങ്ങി പോകുന്നവരെ ഓടിച്ചിട്ടിടിക്കുന്നതും മതിലുകളും വീടുകളും പൊളിക്കുന്നതും തൂണുകൾക്കിടയിൽ കുടുങ്ങുന്നതും മൂകാംബിക്കൊക്കെ പോകേണ്ടവരെ കൊണ്ട് ഗോവയിലേക്ക് പോകുന്നത് എല്ലാം KSRTCയിലെ ആളുകളെ കൊണ്ടേ കഴിയൂ. ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ അപകടമുണ്ടാക്കുന്നത് ഇതേ KSRTC ബസ് തന്നെയാണ്. ഒരപകടമുണ്ടായാൽ സഹായിക്കാൻ വരുന്നവരെ ശല്യം ചെയ്യാനും ജനങ്ങളിൽ ഭീതി വരുത്താനും ക്യാമറയും കോലും പിടിച്ച് വേറെ കുറെ ആളുകളുമുണ്ട്. നാട്ടുകാരോടും വീട്ടിലിരിക്കുന്നവരോടും എന്തിന് തൊട്ടുമുന്നിലിരിക്കുന്ന വാഹനത്തിന് വാ ഉണ്ടെങ്കിൽ അതിന്റെ മുന്നിലും കോലും നീട്ടി നിൽക്കുന്ന കുറെ മാപ്രകൾ. ഇല്ലാത്ത കാര്യങ്ങൾ വലുതാക്കി പറഞ്ഞ് മറ്റുള്ള ജനങ്ങളുടെ മനസ്സിൽ ഭീതി വളർത്തുന്ന ചില മനുഷ്യർ. ഈ കഴിഞ്ഞിടയ്ക്ക് നടന്ന കുറച്ച് അപകടങ്ങൾ കാരണം വീണ്ടും അന്നം വാങ്ങാൻ ഓടുന്നവന്റെ വയറ്റത്തടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് മന്ത്രിയും MBD സാറുമാരും എല്ലാവരും കൂടി. അല്ല സർ, ടൂർ പോകുന്നത് എൻജോയ് ചെയ്യാനാണ്. പാട്ടും ലൈറ്റും ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്ത് ടൂറാണ് സർ? ഒരു കാര്യം നിങ്ങൾ ഓർക്കണം സാർ, ഓരോ യാത്ര കഴിഞ്ഞ് വരുമ്പോഴും വണ്ടി വൃത്തിയാക്കി ജനങ്ങളുടെ സുരക്ഷയ്ക്കായി ഓരോ ചെറിയ കംപ്ലൈന്റ്സ് പോലും അപ്പം കൊണ്ടുപോയി റെഡിയാക്കി ഓടുന്ന പ്രസ്ഥാനമാണിത്. അല്ലാതെ 50 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു വാഹനത്തിൽ 60-70 ആളുകളെ കുത്തി നിറച്ച് ടൈൽസ് പോലത്തെ ടയറും കരിയും പുകയുമായി ഊരി വരുന്ന ഗിയറും മദ്യപിച്ച് ലെക്കുകെട്ട ഡ്രൈവറുമായി മരണപ്പാച്ചിൽ നടത്തുന്ന KSRTC പോലൊരു പ്രസ്ഥാനമല്ല ഇത്. നിയമം പറഞ്ഞ് പാവങ്ങളെ പിഴിയുമ്പോൾ സ്വന്തം വാഹനത്തിന്റെ അവസ്ഥയും അതുകൊണ്ട് നടക്കുന്നവരുടെ പെരുമാറ്റവും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇതുപോലൊരു സ്പീക്കർ ടൂറിസ്റ്റ് ബസിന്റെ ഫ്രണ്ടിൽ കണ്ടാൽ അപ്പോൾ ഓടിച്ചിട്ട് പെറ്റിയടിക്കും. ഇവർക്കൊക്കെ അത് എന്തും ആവാലോ. ഇതൊക്കെ മാറുമായിരിക്കും. എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് വെറുതെ പ്രതീക്ഷിക്കാം. പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.